കൂട്ടുകാരെ, എല്ലാ പേർക്കും പാഠം 4 ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുസ്തകം. ഇന്ന് നമ്മൾ ഇവിടെ ഈ വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ശലഭ കൃഷ്ണൻ. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ അതിഥികളായി എത്തിയിരിക്കുന്നത് ഇഷിത വിദ്യാർത്ഥി, ഡോക്ടർ ചിത്ര VS അധ്യാപിക, ബി മുരളി സർ കഥാകൃത്തും അതേപോലെ ജേർണലിസ്റ്റും. നമുക്ക് അപ്പോൾ ഈ വിഷയത്തിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാൻ വിദ്യാർത്ഥിയായ ഇഷിതയോട് ചോദിക്കട്ടെ. ഇഷിത, ഞാൻ കേട്ടിരുന്നു ഇഷിത നല്ലതായി കവിതയൊക്കെ എഴുതുമെന്ന്. അപ്പോൾ പുസ്തക വായന ഒരു ഫലമാണോ ഈ കവിത എഴുത്ത്? അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു കവിതകൾ എഴുതാനൊക്കെ? അതെ, പ്രോത്സാഹിപ്പിച്ചിരുന്നു. പുസ്തകം എനിക്ക് കൂടുതൽ മലയാളത്തിലെക്കാട്ടിലും ഇംഗ്ലീഷാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കവിതകൾ എഴുതുമ്പോഴും ഞാൻ ഇംഗ്ലീഷിലാണ് കൂടുതൽ എഴുതാറ്. പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കുറേ ഐഡിയാസ് കിട്ടും. അപ്പോൾ അതും നമ്മുടെ ശരിക്കുള്ള ജീവിതത്തിലും വെച്ചിട്ടായിട്ട് ആണ് ഞാൻ കവിതകൾ എഴുതുന്നത്. അപ്പോൾ പുസ്തക വായന എന്ന് പറയുന്നത് എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനും പറ്റും. അപ്പോൾ എന്നെ കുറേ സഹായിച്ചത് പുസ്തക വായന തന്നെയാണ്. അപ്പോൾ ഇഷിത പറയുന്ന പുസ്തക വായന സഹായിച്ചിരുന്നു. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യം തന്നെയാണ് എന്നാണ് ഇഷിത പറയുന്നത്. അപ്പോൾ ഞാൻ ഇഷിതയോട് ചോദിക്കട്ടെ, മലയാള പുസ്തകം വായന കുറവാണെന്നാണല്ലോ പറഞ്ഞത്. ഇംഗ്ലീഷിന്റെ കൂടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ സുഖം കിട്ടുന്നുണ്ട് എന്നതാണോ വാസ്തവം? അത് സ്കൂളിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നത് കൊണ്ടാണോ? എങ്ങനെയാണ് അത്? എന്താണ് തോന്നുന്നത്? ഞാൻ കൊച്ചായിരുന്നപ്പോൾ തൊട്ട് തന്നെ ഞാൻ LKG UKG ഒക്കെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, മലയാളം പറ്റില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ മലയാളത്തെക്കാട്ടിലും. എന്നാലും മലയാളം വായിക്കില്ല എന്നല്ല, വായിക്കും. നമുക്ക് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ, അപ്പം മലയാളം വായിക്കും. എന്നാലും ഇംഗ്ലീഷിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതെ. അപ്പോൾ ടീച്ചർ ഒരു അധ്യാപിക ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക, സ്കൂളിൽ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മളെ മലയാള പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കാറില്ല എന്നൊരു കാരണം പറഞ്ഞാൽ ശരിയായിരിക്കുമോ? എന്താണ് പറയാനുള്ളത് ടീച്ചറിന്? ഞാനൊരു പൊതുവിദ്യാലയത്തിലെ അധ്യാപികയാണ്. ഒരിക്കലും പൊതുവിദ്യാലയങ്ങളിൽ അങ്ങനെ ഒരു നിഷ്ഠ ഇല്ല. അങ്ങനെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം സംസാരിക്കരുതെന്ന് ഒരിക്കലും പറയില്ല. കാരണം മലയാളം നമ്മളെ മാതൃഭാഷയാണ്. കുഞ്ഞായിരിക്കുമ്പോഴേ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ മലയാള ഭാഷ പറഞ്ഞല്ലേ ശീലിക്കുന്നത്. ഇംഗ്ലീഷിനോടാണ് താല്പര്യം, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മലയാളം നമ്മുടെ മാതൃഭാഷ എന്ന നിലയിൽ മലയാളം പുസ്തകങ്ങൾ ധാരാളം വായിക്കണം. അപ്പോൾ അതിലേക്ക് കൂടി പോകണമെന്നൊരു ഇതും കൂടി എനിക്ക് പറയാനുണ്ട്. മോള് നല്ലതാണ്, കാരണം ഇംഗ്ലീഷിന് കഥയും കവിതയും ഒക്കെ വായിക്കണം, ഒപ്പം മലയാളത്തിനും പ്രാധാന്യം നൽകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഉണ്ട് എനിക്ക്. പക്ഷേ പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ നമ്മളോട്, ഇപ്പം എൻ്റെ സ്കൂളിലായാലും നമ്മളൊക്കെ പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണല്ലോ ക്ലാസ്സിൽ. അപ്പോൾ അത് ശരിയാണോ? അത് എന്താണ് പറയാൻ? തീർച്ചയായും ശരിയല്ല. കാരണം മലയാളികളായ നമ്മളോട് മലയാളത്തിൽ സംസാരിക്കരുത് എന്ന് പറയുന്നത് തീർച്ചയായും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ശരിക്കും പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ഇങ്ങനെ മലയാളം സംസാരിച്ചാൽ ശിക്ഷാ നടപടികളും ഒക്കെ നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് മലയാളികൾ മലയാളം പഠിക്കാൻ മടിക്കുന്നത്? കാരണം മലയാളത്തിൽ പറയുമ്പോൾ അതൊരു കുറച്ചിലായിട്ട് കാണുന്നത് പലപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഇംഗ്ലീഷ് കൂടി മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ഇപ്പോഴത്തെ തലമുറയുടെ ഒരു ശൈലിയാണ്. അപ്പോൾ അതാണ് ഏറ്റവും മികച്ചത് എന്ന് എല്ലാവരും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സ്ഫുടമായിട്ട് ഉച്ചാരണ ശുദ്ധിയോടെ മലയാളം സംസാരിക്കുന്നത് അല്ലേ ഒരു സുഖം. ഇംഗ്ലീഷ് സംസാരിക്കരുതെന്നല്ല, നമുക്കത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. പുറത്തും മറ്റുമൊക്കെ പോകുമ്പോൾ എല്ലാ ഭാഷകൾക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. പക്ഷേ മലയാളികളായ നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് മലയാള ഭാഷ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നമ്മൾ മലയാള പുസ്തകങ്ങളിലൂടെ കൂടുതൽ ലയിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഭാഷയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാനും തുടങ്ങും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ടീച്ചർ, ഈ സ്കൂളുകളിൽ പലപ്പോഴും നമ്മളോട് പറയാറുള്ളതാണ്, നമുക്ക് സ്കൂളുകളിൽ ഈ പുസ്തകം എന്ന് പറയുമ്പോൾ അത് പഠിക്കുന്ന പുസ്തകങ്ങളും ആകാമല്ലോ. അപ്പോൾ പഠിക്കുന്ന പുസ്തകങ്ങളോടാണ് നമ്മൾ കൂടുതൽ അഭിരുചി അവിടെ കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ ലൈബ്രറിയിൽ പോവുകയാണെങ്കിൽ കുറേ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ കുറേ പുസ്തകങ്ങളുണ്ട് എന്നുള്ള ഒരു അറിവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ സ്കൂളുകളിൽ?
തീർച്ചയായും ശലഭ, അത് ഈ വായന എന്ന് പറയുന്നത് ശരിക്കും പുസ്തകങ്ങൾ, നമ്മൾ പഠിക്കേണ്ട പുസ്തകങ്ങളുടെ പഠനം മാത്രമല്ലല്ലോ വായന. ശരിക്കും വായന എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഓരോ വ്യക്തിയെയും ഒരു വ്യക്തിയാക്കി മാറ്റാൻ, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയുള്ള ഒരു കുട്ടിയായിട്ട്, അല്ലെങ്കിൽ സഹാനുഭൂതിയുള്ള ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വായന വളരെ അത്യാവശ്യമാണ്. അത് തീർച്ചയായിട്ടും ഈ പാഠപുസ്തകങ്ങൾ മാത്രമല്ല. ഞാൻ ശരിക്കും കേട്ടിട്ടുള്ളത് പല കുട്ടികളും വേറെ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ, ഇപ്പം കഥാപുസ്തകങ്ങളോ ഒക്കെ വായിക്കുമ്പോൾ മാതാപിതാക്കൾ നീ പഠിക്കേണ്ട പുസ്തകമാണോ പഠിക്കുന്നത്, അത് പഠിക്കേണ്ട എടുത്ത് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും പഠനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത് മാത്രമല്ല, അറിവാണ് വായന. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചും മറ്റ് ജീവിത രീതികളെക്കുറിച്ചും ഒക്കെ അറിവ് പകർന്നു തരുന്ന കാര്യമാണ് വായന എന്ന് പറയുന്നത്. അത് ശരിക്കും പഠനം മാത്രമല്ല, പാഠപുസ്തകങ്ങൾ മാത്രമല്ല, കഥാപുസ്തകങ്ങൾ, അതുപോലെ എന്താണ് ജീവചരിത്ര കുറിപ്പുകൾ, അങ്ങനെ ധാരാളം മേഖലകളുണ്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോമിക് പുസ്തകങ്ങൾ ഒക്കെ അല്ലേ. അപ്പോൾ വായന തുടങ്ങേണ്ടത് എന്താ പറയുക, കഥകളിലൂടെയും മറ്റും. ഇവിടെ ഇപ്പോൾ മോള് കവിത എഴുതുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കവിതയിലേക്കും കഥയിലും ഒക്കെ നയിക്കുന്നത് ശരിക്കും വായന തന്നെയാണ്. ഇപ്പം ഒരു മലയാളത്തിലൊരു കുട്ടിക്ക് കവിത എഴുതാനുള്ള പ്രചോദനം അല്ലെങ്കിൽ പ്രോത്സാഹനം, അതിനുള്ള കഴിവ് കിട്ടുന്ന എവിടെ നിന്നാ? വായനയിൽ നിന്നല്ലേ. അപ്പോൾ വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആശയം നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവ്, അപ്പോൾ ഇതെല്ലാം കിട്ടുന്നത് ഈ വായന എന്ന് പറയുന്നത് വെറും ഒരു ഹോബി ആയിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. നമ്മുടെ ജീവിത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതെ, ടീച്ചർ പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. നമ്മൾ വായിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുവട്ടത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇഷിത ഏതൊക്കെ തരത്തിലെ പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്? എങ്ങനെ, ഇപ്പൊ ടീച്ചർ പറഞ്ഞോളൂ, കോമിക് പുസ്തകങ്ങളാണോ അതോ ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ, എങ്ങനത്തെ പുസ്തകങ്ങളാണ്? നോൺ ഫിക്ഷനാണ് കൂടുതലും. പിന്നെ നമ്മളിങ്ങനെ സ്കൂൾ ലൈബ്രറിയിൽ തന്നെ പോകുമ്പോൾ അവിടുത്തെ പുസ്തകങ്ങൾ, ക്ലാസ് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റുഡൻസ്, ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന ഓരോരോ പലതരത്തിലുള്ള പുസ്തകങ്ങളാണ്. ചരിത്രം. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനത് വായിക്കും. അപ്പോൾ അങ്ങനെ തന്നെ. ഏറ്റവും ഒടുവിലായി വായിച്ചൊരു പുസ്തകത്തെ കുറിച്ച് പറയാമോ? ഏറ്റവും ഒടുവിൽ ഞാനിപ്പോൾ റീസെൻ്റായി വായിച്ചുകൊണ്ടിരിക്കുന്നത് ജെറോണിമോ സ്റ്റിൽട്ടൺ. മിക്ക കുട്ടികൾക്കും അറിയാം. അപ്പോൾ അതെന്ന് പറയുന്നത് നോൺ ഫിക്ഷനാണ്, അതായത് ഫിക്ഷനാണ്, സോറി. അപ്പോൾ അത് എനിക്ക് നല്ല എൻ്റർടൈനിങ് ആണ്. അത് ഇംഗ്ലീഷാണ്, ജെറോണിമോ സ്റ്റിൽട്ടൺ. അത് നല്ലൊരു പുസ്തകമാണ്. അതിൻ്റെ തന്നെ കുറേ സീരീസ് ഉണ്ട്. നമുക്ക് വളരെയധികം എൻ്റർടൈനിങ് ആണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇഷിത പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഇഷിത ഒരു നോൺ ഫിക്ഷൻ ഉള്ള ഒരു ബുക്കാണ് വായിക്കുന്നത്. അപ്പോൾ ടീച്ചർ, നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നതാണ് ക്ലാസിക് നോവൽസ് കുറച്ചും കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അറിവ് ലഭിക്കും, അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, ഒ വി വിജയൻ സാറിൻ്റെ ഒക്കെ കുറേ ക്ലാസിക്കൽ നോവൽസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മൾ കുറച്ച് വായന അതിലോട്ട് കുറവാണ്. കുറച്ചും കൂടെ പുതിയ തലമുറയുടെ വായനയിലോട്ടാണ് ശൈലി പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് ടീച്ചർ പറയാനുള്ളത്? അങ്ങനെ ക്ലാസിക് തന്നെയാണ് വായിക്കേണ്ടത്, കുറച്ചും കൂടെ നല്ലത് അതാണ് എന്ന് വല്ലതുമുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ശരിക്കും വായന ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് വായിക്കേണ്ടതെന്ന് ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ്. അവരുടെ അഭിരുചിക്ക് അനുസരിച്ചായിരിക്കണം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വായന എന്ന് പറയുന്ന ശരിക്കും ഒരു അനുഭൂതിയാണ്. അത് വായനക്കാരൻ്റെ, ഇപ്പം മോള് പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് ആണെന്ന് ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. കാരണം ഞാൻ പറഞ്ഞുവല്ലോ, വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അത് ശരിക്കും അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ വീടുകളിൽ തുടങ്ങണം വായന. കുഞ്ഞുങ്ങൾ കാണണം വായന. പുസ്തകം വായിക്കുക ഒരു വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, സ്കൂളുകളിൽ പലപ്പോഴും ഞാൻ ഇതേപോലെ ഒരു എഴുത്തുകാരൻ എഴുതിയത് വായിച്ചിട്ട് പറയുവാണ്, ശരീരത്തിന് എത്രത്തോളം വ്യായാമം ആവശ്യമാണോ അത്രത്തോളം തന്നെ നമ്മുടെ മനസ്സിന് പുസ്തകം വായന ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും സ്കൂളുകളിൽ ഏറ്റവും കുറവുള്ള, നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും കുറവുള്ള ഒരു പീരിയഡ് എന്ന് പറയുന്നത് ലൈബ്രറി പീരിയഡും അതേപോലെ തന്നെ PT പീരിയഡുമാണ്. ഇത് രണ്ടും ഒരു ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ 2-4 വട്ടം ചിലപ്പോൾ കാണുമായിരിക്കും. അത് ശരിയാണോ ടീച്ചർ അങ്ങനെ ചെയ്യുന്നത്? അപ്പം വായന അത് കുറയ്ക്കുകയല്ലേ, അങ്ങനത്തെ ഒരു അറിവല്ലേ കൊടുക്കുന്നത്? അങ്ങനെയല്ല, എല്ലാ വിദ്യാലയങ്ങളിലും വായനയ്ക്ക് പ്രത്യേക സമയമുണ്ട്. ലൈബ്രറി പീരീഡ് ആയാലും
എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാലയങ്ങളിലൊക്കെ തന്നെ വായനാ മൂലയുണ്ട്. വായനയ്ക്ക് വേണ്ടി വളരെയധികം സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വായിക്കാനുള്ള അവസരം. വായിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വായന ഒരു വിനോദം എന്നതിനപ്പുറം അവർക്ക് മാനസികമായി സന്തോഷവും ഒരു വല്ലാത്ത അനുഭൂതിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വായനയിലേക്ക് തികച്ചും ഇറങ്ങി ചെല്ലുമ്പോഴേ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ വായന എന്ന് പറയുമ്പോൾ നേരത്തെയും പറഞ്ഞു, പാഠപുസ്തകം മാത്രമല്ല പത്രം. ഇപ്പോൾ പത്രം വായിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ച് പത്രം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു നമ്മൾ രാവിലെ ചായ കുടിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ, അതുപോലൊരു ബുദ്ധിമുട്ടായിരിക്കും പത്രം വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ. അതെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു പത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പത്രം വായിക്കുമ്പോഴും നമുക്ക് കുറെ അറിവുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ബി മുരളി സാർ ചേരുന്നുണ്ട്, പത്രപ്രവർത്തകനായതുകൊണ്ട് തന്നെ. ഞാൻ സാറിനോട് ചോദിക്കട്ടെ, സാർ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് കയറിയത്? ഇതേപോലെ വായിച്ച് വളർന്നതാണോ? സാറിനും വായന ഒരു ഭാഗമായിരുന്നോ, ജീവിതത്തിന്റെ മുഖ്യ ഭാഗമായിരുന്നു? നിങ്ങളുടെ ചർച്ചയുടെ കുട്ടി ചോദിച്ചതും നേരത്തെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ചർച്ചയിലുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കുട്ടികളില് വായന കുറയുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ? അതെ. അതിനകത്ത് എന്റെ ഉത്തരം കുറയുന്നുണ്ട്, വളരെ കൃത്യമാണ്. കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിൽ പോലും വായന കുറയുന്നുണ്ട്. കാരണം അതായത് നമ്മളിപ്പോ വായനയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മുമ്പത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചായി പറയുന്നത്. ഇത് ഒരു പുസ്തകം ഇറങ്ങുന്നു, അതോടെ വായിക്കും, അത് വായിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് കിടക്കുകയാണ്. വിനോദമാണെങ്കിലും, ഇപ്പൊ നേരത്തെ ടീച്ചർ വിനോദം എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പം അത് ഈ വിനോദമാണെങ്കിലും ഇൻഫർമേഷന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് കാര്യത്തിന് വേണ്ടി വായിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഓപ്ഷൻസ് ഒരുപാട് കിടപ്പുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. നമുക്കറിയാമല്ലോ, ഇപ്പൊ ChatGPT വരെ അറിയാം. നിങ്ങളോട് കുട്ടികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എത്ര വലിയ അസൈൻമെന്റ് ഒക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കഴിഞ്ഞാലും മുൻപുള്ള ജനറേഷനിലെ ആളുകൾ ഒക്കെ ചെയ്യുന്ന എന്തായിരുന്നു, അതിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചെടുക്കുക. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കൃത്യം ഗൂഗിൾ കട്ട് ആൻഡ് പേസ്റ്റ് ആണല്ലോ അല്ലേ? അപ്പൊ ഈ ടെക്നോളജിയുടെ ഒരു വലിയൊരു വികസനം വന്നതോടുകൂടി, ഇത് വലിയ ഡെവലപ്മെന്റ് വന്നതോടുകൂടി വായിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഓപ്ഷൻ വേണ്ട, അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു തോന്നല് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് മാറ്റം തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ സാർ? സ്കൂളിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങണം എന്ന് പറഞ്ഞതിനകത്ത് ഇത് പ്രശ്നം. അതിനകത്ത് സ്കൂളിൽ നിന്ന് മാത്രമല്ല, അത് രക്ഷിതാക്കളെക്കാളും അധ്യാപകരെക്കാളും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളാണ് പരീക്ഷ എഴുതുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കാര്യം മുമ്പത്തെ പോലല്ല. കാരണം ഇനിയുള്ള കാലത്തേക്ക് കൃത്യമായി ഇൻഫർമേഷൻ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം നിങ്ങളോട് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പം അമേരിക്കയുടെ 25ാമത്തെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല, ഗൂഗിൾ നോക്കി കണ്ടുപിടിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ കയ്യിലെല്ലാം ഈ ഫോണുള്ള കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് വായനയുടെ വലിയ പ്രസക്തി വരുന്നത്. ആ ഇൻഫർമേഷൻ ഒരു പ്രസക്തി ഇല്ല. നേരെ തിരിച്ച് ആ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഇമാജിനേഷനാണ് പ്രസക്തി. ഈ നമ്മുടെ സാങ്കേതിക വിദ്യ ഇപ്പൊ നേരത്തെ ടീച്ചറൊക്കെ സംസാരിക്കുമ്പോൾ ടെലിവിഷൻ കാണുന്നത്, ഗെയിം കളിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ല, നോക്കിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷേ നമ്മളൊരു വായന, ഒരു ചെറിയൊരു പുസ്തകം, ചെറിയൊരു കഥ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം ഇൻഫർമേഷൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ തന്നെ വലിയൊരു ഇമാജിനേഷൻ അങ്ങോട്ട് വളരുകയാണ്. ആ കഥ, ഇപ്പം കുട്ടി കഥ വായിക്കുമല്ലോ, ആ കഥ വായിച്ചാൽ, കവിത വായിച്ചാൽ ആ കവിതയിൽ ഉണ്ടാവുന്ന ഒരു സാധനം ആ റൈറ്റർ എഴുതിയത് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ കൂടെ വളർന്ന് ഇതിങ്ങനെ വലിയൊരു ഇമാജിനേറ്റീവ് ഒരു സാധനമായിട്ട് മാറുക. അപ്പം ഓരോ ടെക്നോളജി വരുമ്പോഴും ഓരോ സാധനങ്ങൾ ഇല്ലാതാവും. നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ, പലതും ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമില്ല. എന്ന് പറയുന്ന പോലെ തന്നെ ഇമാജിനേഷനും വേണ്ട, ഇമാജിനേഷൻ കൂടിയേ ഇനി ഇല്ലാതാവാനുള്ളൂ. അപ്പോ ടെക്നോളജിയിലെ ഒരു ഭാഗം തന്നെ കിൻഡിൽ, ലേൺ ബുക്സ് എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ എന്ത് പുസ്തകമാണ് വായിക്കുന്നത്? കാര്യം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷനും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലത്ത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളുടെ സ്റ്റാൻഡേർഡ് കുറവാണ് എന്നുള്ള കാര്യം ഞാൻ പറയാം. ഈ രക്ഷിതാക്കളും അധ്യാപകരോടെ കേൾക്കാൻ വേണ്ടി കൂട്ടിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇപ്പൊ കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഇന്നിപ്പോ കൊടുക്കുന്ന പുസ്തകങ്ങൾ, ഇപ്പൊ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന
കുട്ടികളോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു കുറെ പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസം വാല്യൂ ചെയ്യാൻ വേണ്ടി എന്റെ കിട്ടി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റവരൊക്കെ ഇറക്കിയത്. ഇതിനകത്തുള്ള കൂടുതൽ പുസ്തകങ്ങൾ മുഴുവൻ ഈ പുതിയ ജനറേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ അറിവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുറെ പൂവും പൂച്ചയും കിളികളും അങ്ങനെയൊക്കെ പറയുന്ന കുറെ ബാലസാഹിത്യ കഥകളാണ്. സത്യത്തിൽ അതൊന്നുമല്ല ഇനിയിപ്പോ വേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് വായന തന്നെയാണ്. വായന തന്നെയാണ് വേണ്ടത്. വായന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ലിറ്ററേച്ചർ തന്നെ വായിക്കണം നിങ്ങള്. ഈ കുട്ടികള് നമ്മുടെ ഈ സ്കൂൾ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞു. ഈ സ്കൂൾ ലൈബ്രറിയിലെ സാധനങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പുസ്തകങ്ങളും മറ്റേതും മറ്റും എന്തെങ്കിലും വാരി വലിച്ച് വാങ്ങുകയല്ല വേണ്ടത്. കൃത്യമായ നല്ല ലിറ്ററേച്ചർ, റഷ്യൻ ലിറ്ററേച്ചർ ഉണ്ട്, ഈ അമേരിക്കൻ ലിറ്ററേച്ചർ ഉണ്ട്. ഇതിലൊക്കെയുള്ള സാധനത്തിനകത്ത് ഉള്ള സംഭവങ്ങൾ വരണം. അത് നിങ്ങൾ നോക്കണം, അത് നിങ്ങൾ വായിക്കണം. സർ, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ക്ലാസിക് നോവൽ ഇപ്പോ കുറഞ്ഞു വരുന്നു, വായന കുറവ് വരുന്നു. അത് ഇതിന്റെ ഭാഗം തന്നെയല്ലേ സർ പറഞ്ഞതിന്റെ? തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു വലിയ എഫർട്ട് എടുക്കണ്ട എന്നൊരു തോന്നലുണ്ട് ആളുകൾക്ക്. ഈ ഒരു ഉദാഹരണം പറയാം. നമ്മള് ഒരു കഥ വായിക്കുമ്പോ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ക്യാരക്ടർ അങ്ങ് വളർന്ന് 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 നമ്മളങ്ങ് വലുതാക്കുകയല്ലേ. ഒരു ടെലിവിഷനോ ഒരു സിനിമയ്ക്കോ അത് തരാൻ പറ്റില്ല. അത് നമ്മള് ക്യാപ്റ്റീവ് ഓഡിയൻസ് എന്ന് പറയും. നമ്മൾ നേരെ നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്, നമുക്ക് യാതൊരു റോളും ഇല്ല. അപ്പൊ അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ടിവിയിലോ ടെലിവിഷന്റെ അല്ലെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആനിമേഷൻ സംഭവങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം ഇതാണ്. നമ്മളെ മനസ്സടച്ചു വെച്ചിട്ട് ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങളൊരു പുസ്തകമോ ഒരു നോവലോ ഒരു കഥയോ ഒരു കവിതയോ ഒരു ചിത്രമോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ അങ്ങോട്ട് വലുതാക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള നിങ്ങളുടെ കാലത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടി അതാണ്. അതുകൊണ്ട് റീഡിങ്, നല്ല സാധനം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം കൂടി നമുക്ക് വേണം. കുട്ടികൾക്ക് വേണം, രക്ഷിതാക്കൾക്ക് വേണം, കൊടുക്കുന്നവർക്ക് വേണം. അപ്പൊ സാറ് പറയുന്നത് വളരെ ഗുണപ്രദമാണ്. കുറെ പേർക്ക് അറിവും നൽകുന്നു, അതേപോലെ ഓർക്കേണ്ട ഒരു കാര്യവും കൂടെയാണ്. സോ വളരെ നന്ദി സാർ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിന്. അപ്പോൾ ഞാൻ ഇനി ഇഷിതയിലോട് ചോദിക്കുകയാണ്. ഇഷിത ഇപ്പോൾ പറഞ്ഞ പോലെ ഇഷിത കൂടുതൽ ഈ കിൻഡിൽ പോലത്തെ ബുക്കുകളാണോ വായിക്കുന്നത്, അതോ ഈ നമ്മളുടെ ശരിക്കും ഫിസിക്കൽ ബുക്സ് ആണോ വായിക്കുന്നത്? ഫിസിക്കൽ ബുക്സ് ആണ് വായിക്കുന്നത് കൂടുതലായിട്ടും. അതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? മറ്റത് ഈ ആയിട്ട് വായിക്കുമ്പോൾ അതാണോ കൊള്ളാം, അതോ മറ്റതാണോ കൊള്ളാം? എന്താണ് അതിനുള്ള അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഫിസിക്കൽ ബുക്സ് ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത്. മറ്റേത് തന്നെ ഡിജിറ്റൽ ആണല്ലോ. അപ്പോൾ അതിലാണ് നമ്മൾ പാരൻസ് ഒക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് മാറ്റാനാണല്ലോ നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫിസിക്കൽ ബുക്സ് ആയിരിക്കും നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടെ ബെറ്റർ, നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പല ബുക്കുകളും ഓരോ പുസ്തകങ്ങളും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം ഞാനൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ രീതി പോവുക. ഞാനൊരു ഇടയ്ക്ക് വായിച്ച പുസ്തകമാണ് മിഡ് നൈറ്റ് ലൈബ്രറി. അത് പാതിയോളം വായിച്ചപ്പോൾ അതിലൊരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതിൽ നിന്നും ഉയർന്നു വരുന്ന എന്നതാണ്. ആ പാതിയോളം വായിച്ചപ്പോൾ എനിക്ക് അതേപോലെ ഒരു ദുഃഖം അനുഭവപ്പെട്ടു. ഇതേപോലെ കുറെ രീതിയിലുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതേ ഒരു ഇമ്പാക്ട് വന്നിട്ടുണ്ടോ വായിക്കുമ്പോൾ ഇഷിതയ്ക്ക്? തീർച്ചയായും. കാരണം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ക്യൂരിയോസിറ്റി, അതായത് അടുത്തത് എന്തായിരിക്കും, അവരെന്ത് ചെയ്യും. അപ്പം നമ്മൾ ആ ക്യാരക്ടറിനെ പോലെ ചിന്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വായിക്കാനായിട്ടുള്ളൊരു എന്താ പറയാ ഒരു ഉത്സാഹം തോന്നും. അപ്പോൾ അതെ തോന്നുന്നു. ടീച്ചർ, അപ്പം ഇതേപോലത്തെ ഇപ്പൊ കുറെ പുസ്തകങ്ങൾ ഉണ്ടല്ലോ, ക്രൈം ത്രില്ലേഴ്സ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ശൈലിയിലുള്ള പുസ്തകങ്ങൾ. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു കുട്ടിയുടെ മനസ്സ് ആ രീതിയിൽ ആകപ്പെടും എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ കുറെ കേസുകൾ അങ്ങനെ വായിച്ച് വളർന്നതിന്റെ ഭാഗമായി വല്ലതും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും വായന സ്വാധീനിക്കും. പക്ഷേ ഈ വായന എന്ന് പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, പ്രായത്തിനനുസരിച്ചാവണം. ഈ പ്രായത്തിനനുസരിച്ചാവുമ്പോൾ ആ കുട്ടിക്ക് അത് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. അവൻ്റെ നിലപാടുകൾ അവന് വേർതിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ മറ്റ് കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് വായനയുമായിട്ട് ബന്ധമുണ്ടാകണമെന്നില്ല. എല്ലാം വായിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമ, നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവണം എന്നില്ല. പക്ഷേ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് പിന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഏതാണ് ശരി ഏതാണ് തെറ്റ്. ഇപ്പോൾ ഇവിടെ മോള് പറഞ്ഞുവല്ലോ,
ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ശരിക്കും അത് തന്നെയാണ് ആവശ്യം. വായന ആ ഒരു ഭാവനാത്മകമായി നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ചു, വായനയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഭാവന ഒരിക്കലും നമുക്ക് ഒരു കാഴ്ചയിൽ നിന്ന് ലഭിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ എന്താണ് നിങ്ങൾ കഥകൾ വായിക്കുമ്പോഴായിക്കൊള്ളട്ടെ, കുഞ്ഞുനാൾ കേൾക്കുമ്പോൾ തൊട്ട് അമ്മമാർ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്, ആ ഒരു കഥ പറഞ്ഞു തരുമ്പോൾ ശരിക്കും അമ്മ വളരെ ആക്ഷനൊക്കെ കാണിച്ചല്ലേ, കുട്ടിക്കത് വലിയ ഇഷ്ടമാണ്. ഒരു കൊച്ചു കുഞ്ഞിനോട് കഥ പറയാൻ പറഞ്ഞാലും കൊച്ചു കുഞ്ഞ് വളരെ ആക്ഷൻ കാണിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഭാവാത്മകമായിട്ടായിരിക്കും കഥ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ ആകർഷിക്കുമ്പോൾ പിന്നെ മാത്രമല്ല വായനയുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷമം തോന്നാനുള്ള കാരണം മറ്റൊരാളിനൊരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും വിഷമം ഉണ്ടാകുന്നു അല്ലേ. അത് നല്ലൊരു നന്മയുള്ളൊരു മനുഷ്യനെ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വായന ഒരു വ്യക്തിയെ നന്മയിലേക്ക് നയിക്കും. മറ്റൊരാളുടെ വിഷമം അല്ലെങ്കിൽ അത് നമ്മുടേതാണ്, നമ്മുടെ സ്വന്തം ദുഃഖമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും കുട്ടിക്കുണ്ടാകും. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വായനയിലൂടെ അറിയാൻ പറ്റും. അതെ, അപ്പോൾ ടീച്ചർ പറയുന്നത് വീട്ടുകാരിൽ നിന്നും തുടങ്ങും പുസ്തക വായന ിലൂടെയുള്ള അഭിരുചി. അതെ, തീർച്ചയായിട്ടും. ഒരു കുഞ്ഞിന് ഒരു 2 or 3 വയസ്സാകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് പെട്ടെന്ന് ഒരു കുട്ടി നീ വായിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. ഇഷിത, അപ്പോൾ ഇഷിതയുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് പുസ്തകം. അപ്പോൾ അതിന് മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു? തീർച്ചയായും. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എനിക്ക് അമ്മയും അച്ഛനും അവർ എഴുത്തുകാരാണ്, സ്ക്രിപ്റ്റും അങ്ങനെയൊക്കെ എഴുതും. അപ്പം ഞാൻ അവരെ കണ്ട് എനിക്കിങ്ങനെ എഴുത്തും വായനയൊക്കെയാണ് അവരിലാണ് എനിക്ക് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അമ്മ കൊച്ചിലെ തന്നെ എനിക്ക് കുറേ പുസ്തകങ്ങൾ വായിച്ചു തരും. അത് ഞാൻ കാണാപ്പാടമേ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കും. അപ്പോൾ എനിക്ക് തീർച്ചയായും അച്ഛനും അമ്മയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വായിക്കാനും അതുപോലെ തന്നെ കവിതകൾ എഴുതാനും. അപ്പോൾ അവർ തന്നെയാണ് എന്നെ കൂടുതലും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇഷിത പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അപ്പോൾ ഇഷിതയിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വീട്ടിൽ നിന്നുമാണ് വായനയിലുള്ള ആ ഒരു സ്നേഹവും ആ രീതിയും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുതിയ ആൾക്കാരെ, ഈ പുതിയ ചിന്തിക്കുന്ന ആൾക്കാരെ ഈ ലോകത്തെ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ പങ്കുചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ വീണ്ടും രേഖപ്പെടുത്തുന്നു. നമ്മുടെ കൂടെ ഇവിടെ അതിഥികളായി എത്തിയത് വിദ്യാർത്ഥിയായ ഇഷിത, അധ്യാപികയായി ഡോക്ടർ ചിത്ര VS, അതേപോലെ കഥാകൃത്തും ജേർണലിസ്റ്റുമായ B മുരളി സർ എന്നിവരാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതേപോലെ പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ വിഷയങ്ങൾ നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാചകത്തോടെ നിർത്തുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നന്ദി, നമസ്കാരം.